ചെങ്കോട്ട സ്ഫോടനത്തിന് തൊട്ടുമുമ്പുള്ള പ്രധാന സൂത്രധാരൻ ഉമർ നബിയുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് ഡോക്ടർ ഉമർ നബി. ഈ ഭീകര ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പ്രധാനി, കാറിൽ ഡ്രൈവറായിരുന്നതും ഈ ഡോക്ടർ ഉമർ നബി. തിങ്കളാഴ്ച വൈകുന്നേരം തുർക്കുമാൻ ഗേറ്റിന് സമീപത്തെ മസ്ജിദിൽ നിന്നും ഉമർ പുറത്തു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, ഇയാളുടെ കൂട്ടാളികൾ പിടിയിലാകുമ്പോൾ അന്വേഷണ സംഘം തന്നെ തിരയുന്നുവെന്ന് ബോധ്യമായപ്പോൾ വളരെ പാനിക്കായി ശേഖരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളുമായി I-20യിൽ കടന്നു കളയുകയായിരുന്നു. അതിനിടയിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഈ ദൃശ്യങ്ങൾ പറയുന്നത് എന്താണ് നോബൽ? ഉമറിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ്, കൂടുതൽ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതാണ് ഈ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡോക്ടർ ഉമർ നബി. ഡോക്ടർ ഉമർ നബി കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം തുർക്കുമാൻ ഗേറ്റിന് സമീപത്തെ മസ്ജിദിൽ നിന്നും ഡോക്ടർ ഉമർ നബി പുറത്തു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഈ സമയം ഉമർ നബി ഓടിച്ചുകൊണ്ടുവന്ന I-20 കാർ റെഡ് ഫോർട്ടിന് സമീപത്തുള്ള പാർക്കിംഗ് ബേയിൽ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. 3 മണിക്കൂർ നേരമാണ് ഈ പാർക്കിംഗ് ബേയിൽ കാർ ഉണ്ടായിരുന്നത്. 11 മണിക്കൂർ സ്ഫോടനം നടന്ന ദിവസം ഡോക്ടർ ഉമർ നബി ഈ കാറുമായി ദില്ലിയിലൂടെ കറങ്ങി എന്നുള്ളതാണ്. ഇതിൽ സ്ഫോടക വസ്തു നിറച്ച കാറ് പാർക്കിംഗ് ഏരിയയിൽ ഇട്ടതിനു ശേഷം മസ്ജിദിൽ പോയി പുറത്തു വരുന്ന ഉമർ നബിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉമർ, ഇത് സ്ഫോടനത്തിന് തൊട്ടു മുമ്പ് മസ്ജിദിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഇയാൾ ഈ കാറ് റെഡ് ഫോർട്ടിന്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ടാണോ ഇവിടെ പോയത്? ഈ രണ്ട് സ്ഥലവും തമ്മിൽ അധിക ദൂരമുണ്ടോ? അരുൺ, ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ വലിയ ദൂരമില്ല. അതായത് ഉമർ നബി ദില്ലിയിൽ എത്തിയ ശേഷം അദ്ദേഹം 3:12 മുതൽ 6:22 വരെ ഈ പറഞ്ഞ റെഡ് ഫോർട്ടിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. ഈ പരിസരത്തുള്ളപ്പോൾ ഇയാൾ എവിടേക്ക് കാർ പാർക്ക് ചെയ്ത ശേഷം പോയി എന്ന് പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ആരെല്ലാം കണ്ടിട്ടുണ്ട്, എവിടേക്ക് പോയി എന്ന് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് കണ്ടെത്താൻ വേണ്ടി അവിടെ ഭാഗത്തുണ്ടായിരുന്ന എല്ലാ CCTVകളും പോലീസ് പരിശോധിച്ചു എന്നാണ് വിവരമുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ ഈ തുർക്ക്മാൻ ഗേറ്റിലെ CCTVയിൽ ഉമർ നബി എത്തിയ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഒരു മസ്ജിദിൽ, പള്ളിയിൽ ഉമർ നബി എത്തിയിരുന്നു. 10 മിനിറ്റിലധികം സമയം അവിടെ ചിലവഴിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പള്ളിയിൽ നിസ്കരിക്കാൻ ഒരുപക്ഷെ കയറിയതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പള്ളിയിൽ വെച്ച് ഉമർ നബി കണ്ടിട്ടുണ്ടോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണെങ്കിലും കൂട്ടാളികൾ, പ്രത്യേകിച്ച് ഉമർ നബിയുടെ സ്ലീപ്പർ സെല്ലുകൾ ദില്ലിയിലടക്കം ഉണ്ട് എന്നാണ് വിശദാംശങ്ങൾ ഉള്ളത്. ആ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ 3 മണിക്കൂർ സമയം ദില്ലിയിൽ എന്താണ് ഉമർ നബി ചെയ്തത് എന്നതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് അന്വേഷണ സംഘം കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും നിർണായകം. പ്രത്യേകിച്ച് എവിടെയെല്ലാം പോയി, നേരത്തെ മയൂർ വിഹാറിനോ അതോടൊപ്പം തന്നെ കൊണാട്ട് പ്ലേസ് അടക്കമുള്ള സ്ഥലങ്ങളിലും ഉമർ നബി എത്തി എന്ന് നേരത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ആ പശ്ചാത്തലത്തിൽ അതുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ തുർക്ക്മാൻ ഗേറ്റിലെ പള്ളിയിലും എത്തിയിരിക്കുന്നത്. അവിടെയും ഉമർ നബിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. 10 മിനിറ്റ് സമയം അവിടെ ചിലവഴിച്ചു, പള്ളിയിൽ നിസ്കരിക്കുകയായിരുന്നു, അതല്ല മറ്റാരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ പഴുതടച്ച അന്വേഷണം, ഈ തുർക്ക്മാൻ ഗേറ്റിൽ ആ സമയത്തുണ്ടായിരുന്ന ആ CCTV പരിസരത്ത് ആ സമയത്തുണ്ടായിരുന്ന ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അവിടെ നിന്നും ശേഖരിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും CCTVകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉമർ നബി ദില്ലിയിൽ എന്ത് ചെയ്തു എന്നതിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ കൂട്ടാളികളടക്കം ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പോലീസ് കണക്കുകൂടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പരിശോധന CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നാണ് വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ നബി കഴിഞ്ഞ ഈ തിങ്കളാഴ്ച ദിവസം റെഡ് ഫോർട്ടിന്റെ പരിസരത്ത് പാർക്കിംഗ് ബേയിൽ കാർ പാർക്ക് ചെയ്തതിനു ശേഷം മസ്ജിദിൽ പോയി മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കൂടുതൽ ദൃശ്യങ്ങളും കൂടുതൽ വിവരങ്ങളും കൂടുതൽ അപ്ഡേറ്റുകളും ആദിൽ പാലോടും പിയാസുനിലും നോബൽ മാരിക്കാരനും ദില്ലിയിൽ നിന്ന് നൽകും. നമുക്ക്